ഇന്ന് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ച് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയെടുത്താലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് അതിനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് അരി ഇവിടെ ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരിയാണ്, പെട്ടെന്ന് വെന്ത് പോണ അരി. അപ്പോൾ പലർക്കും കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി അതിലേക്ക് നല്ല തിളച്ച വെള്ളം നമുക്ക് അരിയുടെ സമനിരപ്പിനനുസരിച്ച് ഒഴിച്ച് നമുക്കൊരു 1 മണിക്കൂറൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇത് കൈ വെച്ച് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ പൊട്ടി പോരും. നമുക്കിനി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ കുറേശ്ശെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു. നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് അരച്ച് ചേർക്കാം, പക്ഷെ നമ്മൾ ഇവിടെ തേങ്ങ കടിക്കാൻ വേണ്ടിയിട്ട് അരയ്ക്കാണ്ടാണ് ചേർക്കണത്. ഇനി അതിലേക്ക് കുറച്ച് ജീരകം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിനായിട്ട് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യമനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 ഏലക്കായ ചതച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മാവ് ഇത്തിരി കട്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കളറിനായിട്ട് നമ്മളൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി, കൂടുതലായി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ കുത്ത് വരും. അപ്പോൾ നമുക്കിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മാവ് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവിയിൽ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കണത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് അടച്ചു വെച്ച് നമുക്കൊരു 15 മിനിറ്റ് നമുക്കൊന്ന് ഇങ്ങനെ വേവിച്ചെടുക്കണം. നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെച്ച് നമുക്ക് ഒരെണ്ണം കൂടി ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ട് ചൂടൊക്കെ ആറി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റേഷൻ അരി ആയിട്ട് കഴിക്കാൻ നമുക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇതുപോലെ അപ്പം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.